ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുന്ന ഒരു കിഡിലിൻ ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ മൊബൈലിൽ നിന്ന് നമ്മൾ ഓൾറെഡി തന്നെ സിസ്റ്റത്തിനകത്തേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. എല്ലാവരും കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പാടാണ്. നമ്മൾ ഡാറ്റ കേബിൾ വെച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, അതല്ലാതെ നമ്മൾ ടെലഗ്രാം വഴി നമ്മൾ സെൻഡ് ചെയ്യുന്നു, അല്ലെ വേറെ ആപ്ലിക്കേഷൻ വഴി നമ്മൾ തെത്തർ ചെയ്യുന്നു. ആകെ ഗുലുമാലുള്ള പരിപാടികളാണ്. പക്ഷേ അതിനൊരു കിഡിലിൻ സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതായത് മൊബൈലിൽ നിന്ന് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റത്തിനകത്തേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇതിൻ്റെ ഒരാവശ്യമില്ല, ഒരു ആപ്ലിക്കേഷൻ മാത്രം മതി. അപ്പം ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെ ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കണം, എങ്ങനെ സെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. ഈ ചാനൽ മറക്കാതിരിക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് വെച്ചാൽ വൈഫൈ FTP ട്രാൻസ്ഫർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ വൈഫൈ FTP സെർവർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലോഗോ കിട്ടും. ഈ ലോഗോ തന്നെ നിങ്ങൾ എടുക്കണം, കുറച്ചും കൂടി ജെനുവിനാണ് ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ നമ്മൾ ആപ്ലിക്കേഷനകത്തേക്ക് നമ്മൾ കയറുക. അപ്പോൾ ആപ്ലിക്കേഷനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾറെഡി തന്നെ നമുക്ക് ഗോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പറയും. ഇവിടെ ഇപ്പോൾ സ്റ്റോപ്പാണ്. അപ്പോൾ ഞാൻ ഗോ എന്ന് പറഞ്ഞിട്ടൊരെണ്ണം കാണും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഗോ കൊടുക്കുക. ഗോ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സെർവർ URL എന്ന് പറഞ്ഞൊരു ഇത് കിട്ടും. ഓക്കെ, അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെർവർ URL എന്ന് പറഞ്ഞ് ഈ ലിങ്ക് എടുത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ മൈ കമ്പ്യൂട്ടറിലേക്ക് വരിക, നമ്മുടെ സിസ്റ്റത്തിൻ്റെ. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ സിസ്റ്റത്തിൻ്റെ മൈ കമ്പ്യൂട്ടറിൽ വന്നതിന് ശേഷം നമ്മൾ ദിസ് PC പോവാം. ദിസ് PC പോയി ഇത് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഏറ്റവും മുകളിൽ ദിസ് PC എന്ന് പറഞ്ഞൊരു URL ഒരു സെക്ഷൻ ഉണ്ടാവും. ഓക്കെ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ URL ഏതാണോ നിങ്ങളുടെ സെർവർ URL നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് കാണിക്കുന്നത് അത് എന്ത് ചെയ്യുക, നേരെ കൊണ്ടുപോയി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എൻ്റെ മൊബൈലിലുള്ള ഫോൾഡേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ റൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫോൾഡർ ഓൾറെഡി തന്നെ ഇവിടെ കിട്ടും. അതായത് നമ്മുടെ ഫോൾഡേഴ്സ് കണ്ടോ, ആൻഡ്രോയിഡ്, DC, ഡൗൺലോഡ്സ്, ഇമേജസ്, മൂവീസ്, പിക്ചേഴ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളല്ല. എന്നിട്ട് എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വാട്സപ്പ് ഏതിനകത്താണ് നിങ്ങൾ ഫയൽ എടുക്കുന്നത് ആ പിക്ചേഴ്സിൻ്റെ അത് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തായാലും അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമേജസോ അല്ലെങ്കിൽ ഏത് ഫോൾഡേഴ്സാണോ ഫോൾഡർ ഈസ് എംപ്റ്റി കേട്ടോ. അപ്പോൾ നമുക്ക് വാട്സപ്പിൻ്റെ തന്നെ പോവാം. വാട്സപ്പിൻ്റെ മീഡിയ ഇപ്പോൾ വാട്സപ്പ് ഇമേജസ് പോയി കഴിഞ്ഞാൽ ഞാനൊരു 2 ഇമേജ് ഞാനിത് കോപ്പി ചെയ്തു. എന്നിട്ട് മിനിമൈസ് ചെയ്തിട്ട് ഞാനൊരു ഡെസ്ക്ടോപ്പിൽ ഞാൻ ഓൾറെഡി തന്നെ ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, പേസ്റ്റ് ചെയ്തു. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് അവിടുന്ന് എന്ത് ചെയ്തു, ആ ഇമേജ് സിമ്പിളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ കിടന്ന ആ ഇമേജാണ്. ഇപ്പം ഞാനത് കമ്പ്യൂട്ടറിൽ നമുക്ക് കേബിൾ കുത്തിയോ ടെലഗ്രാം വഴിയോ ഒരു ടൈമും നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഫയൽസ് ഫോണിൽ നിന്ന് നമുക്ക് സിസ്റ്റത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമാണ്. അപ്പം ഇതേപോലുള്ള വീഡിയോസിന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതിന് വരെ ഓക്കെ, ബൈ.